വെള്ളാപ്പള്ളിക്ക് തീവെട്ടിക്കൊള്ള നടത്തുവാനുള്ള ഒരു അവസരമാണ് പിണറായി സർക്കാർ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അനുവദിച്ചത്. 86 അധ്യാപക തസ്തികകൾ അനുവദിക്കുക എന്ന് പറയുമ്പോൾ അതിലൂടെ കുറഞ്ഞത് 86 കോടി രൂപ കോഴ വാങ്ങാനുള്ള അവസരം വെള്ളാപ്പള്ളിക്ക് ഉണ്ടായി കൊടുക്കുന്നു എന്നുള്ളതാണ്. സ്റ്റുഡൻറ് സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അധ്യാപന നിയമനം നടക്കില്ല എന്നുള്ളതുകൊണ്ട് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി 2022 സ്റ്റുഡൻറ് സംഖ്യ വെച്ച് SN മാനേജ്മെൻറ്റിന് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. കാന്തപുരത്തിന് യുനാനി കോളേജിന് ഡയറക്റ്റ് പേയ്മെൻറ്റ് അനുവദിച്ചു. കാന്തപുരത്തിൻ്റെ യുനാനി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആരും തന്നെ മലയാളികളല്ല. വെള്ളാപ്പള്ളി വാങ്ങുന്ന കോഴയുടെ ഒരു വിഹിതം ചിലപ്പോൾ കാരണഭൂതന് കിട്ടിക്കൂടൊന്നുമില്ല. നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ്റെയും സംഘത്തിൻ്റെയും SN ട്രസ്റ്റിന് 86 അധ്യാപക തസ്തികകൾ LDF സർക്കാർ അനുവദിച്ചിരുന്നു. ഈ തസ്തികകൾ ഇപ്പോൾ റദ്ദാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായ ശ്രീ RS ശശികുമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ അദ്ദേഹം പരാതി നൽകിയിരിക്കുകയാണ്. RS ശശികുമാർ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ മറുനാടനോട് പ്രതികരിക്കുകയാണ്. വെള്ളാപ്പള്ളിക്ക് തീവെട്ടിക്കൊള്ള നടത്തുവാനുള്ള ഒരു അവസരമാണ് പിണറായി സർക്കാർ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അനുവദിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് SN ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കോളേജുകൾക്ക് 86 അധ്യാപക തസ്തികകൾ അനുവദിച്ചത്. 86 അധ്യാപക തസ്തികകൾ അനുവദിക്കുക എന്ന് പറയുമ്പോൾ അതിലൂടെ കുറഞ്ഞത് 86 കോടി രൂപ കോഴ വാങ്ങാനുള്ള അവസരം വെള്ളാപ്പള്ളിക്ക് ഉണ്ടായി കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ അധ്യാപക നിയമനത്തിന് കോഴ വാങ്ങുന്ന ഒരു മാനേജ്മെൻറ്റ് SN മാനേജ്മെൻറ്റാണ്. മറ്റ് മാനേജ്മെൻറ്റുകളെല്ലാം സംഭാവനകൾ പിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ NSS ഉൾപ്പെടെ വാങ്ങുന്നെങ്കിലും അതിനൊരു പരിധിയുണ്ട്. അതുമാത്രമല്ല അവർക്ക് വേണ്ട രസീതും കൊടുക്കുന്നുണ്ട്. പക്ഷേ രസീതൊന്നും കൊടുക്കാതെ പണം കോഴയായി വാങ്ങി നിയമനം കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനമായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ SN മാനേജ്മെൻറ്റിനെ അറിയുന്നത്. അപ്പോൾ ആ വെള്ളാപ്പള്ളിയെ ഗവൺമെൻറ് പോകുന്നതിന് മുമ്പ് ഒരു അദാലത്ത് നടത്തി. അപ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അന്നത്തെ മന്ത്രി ബിന്ദുവിൻ്റെ അധ്യക്ഷതയിൽ യോഗം നടത്തുമ്പോൾ ആ അദാലത്തിൽ ഏതെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള ഫയലുകൾ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അദാലത്താണ്. ആ അദാലത്തിൽ വെച്ചാണ് ഗവൺമെൻറ് 86 അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികകൾ ക്രിയേറ്റ് ചെയ്തത്. അതിൽ ഒരു ക്രമക്കേടാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. കാരണം കോളേജ് അധ്യാപക തസ്തികയ്ക്കുള്ള വർക്ക് ലോഡ് ഫിക്സ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലുള്ള വർക്ക് ലോഡ് വെച്ചാണ്. ഇപ്പോൾ 2026-27 ഉള്ള പോസ്റ്റ് ക്രിയേഷൻ നടത്തുന്നത് നവംബർ 2025 സ്റ്റുഡൻറ് സംഖ്യ വെച്ചാണ്. കഴിഞ്ഞ വർഷങ്ങളായി കോളേജുകളിൽ വിദ്യാർത്ഥി പ്രവേശനത്തിൻ്റെ എണ്ണം തുലവും കുറവാണ്. പല കോളേജുകളിലും പഠിക്കുന്നതിന് വിദ്യാർത്ഥികളില്ല. SN മാനേജ്മെൻറ്റ് കീഴിലുള്ള ചില കോളേജുകളിൽ മാത്തമാറ്റിക്സ് 2 കുട്ടികൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻറ് സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അധ്യാപന നിയമനം നടക്കില്ല എന്നുള്ളതുകൊണ്ട് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി 2022 സ്റ്റുഡൻറ് സംഖ്യ വെച്ച് SN മാനേജ്മെൻറ്റിന് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. മറ്റ് മാനേജ്മെൻറ്റുകൾക്കൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കുന്നെങ്കിൽ തന്നെ ചട്ടവിരുദ്ധമാണ്. ഇപ്പോൾ ഇതനുസരിച്ച് മറ്റ് മാനേജ്മെൻറ്റുകൾ കോടതിയിൽ പോവുകയാണെങ്കിൽ SN മാനേജ്മെൻറ്റിന് കൊടുത്തതിന് സമാനമായി മറ്റ് കോളേജുകൾക്കും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്നാൽ കോടികളുടെ സാമ്പത്തിക ലയബിലിറ്റിയല്ലേ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ വന്നു ചേരുക. അത് പിണറായി ഗവൺമെൻറ് അറിയേണ്ട കാര്യമില്ല. കാരണം പോകുന്നതിന് മുമ്പ് പോസ്റ്റ് സാങ്ഷൻ ചെയ്ത് കൊടുത്ത് അതിലൂടെ ഈഴവ സമുദായത്തിൻ്റെ കുറേ വോട്ടുകൾ സ്വായത്തമാക്കാമെന്നുള്ള ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നിരിക്കാം. ഇതേപോലെ തന്നെയാണ് കാന്തപുരത്തിന് യുനാനി കോളേജിന് ഡയറക്റ്റ് പേയ്മെൻറ്റ് അനുവദിച്ചു. കാന്തപുരത്തിൻ്റെ യുനാനി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആരും തന്നെ മലയാളികളല്ല. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരാണ്. അവർക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുക വഴി കോടികളുടെ കമ്മിറ്റ്മെൻറ്റിൽ ഗവൺമെൻറ് വരുത്തി വെച്ചത്. അപ്പോൾ വെള്ളാപ്പള്ളിയെയും കാന്തപുരത്തിനെയും അടുപ്പിച്ച് നിർത്തുക, അതിലൂടെ വോട്ട് സമാഹരിക്കുക. അതോടൊപ്പം തന്നെ ഈ വെള്ളാപ്പള്ളി വാങ്ങുന്ന കോഴയുടെ ഒരു വിഹിതം ചിലപ്പോൾ കാരണഭൂതന് കിട്ടിക്കൂടൊന്നുമില്ല. അപ്പോൾ ഇത് ഈ അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയൊരു സാമ്പത്തിക തട്ടിപ്പാണ്. ഈ കാര്യമാണ് ഞാൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ സമയത്ത് ആലോചിക്കുക,
പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം വന്നതിന് ശേഷം വർക്ക് ലോഡിൽ വ്യാപകമായ മാറ്റം വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞതോടൊപ്പം തന്നെ പഠനത്തിൽ ആ വർക്ക് ലോഡ് ഇതുവരെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് കോളേജുകളിൽ ഗവൺമെൻറ് കോളേജിൽ പ്രത്യേകിച്ച് മുഴുവനും ഗസ്റ്റ് ഫാക്കൽറ്റി വെച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ PSC റാങ്ക് പട്ടികയിലുള്ള വിവിധ സബ്ജക്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ റാങ്ക് പട്ടികയിൽ 1ാം റാങ്ക് കിട്ടിയവർക്ക് ഒരു നിയമനം കിട്ടിയിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ് കോളേജുകളിൽ നിയമനം കൊടുക്കാതിരിക്കുമ്പോൾ SN മാനേജ്മെൻറ്റിന് 86 പോസ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അഭിത്തവിദ്യരായിട്ടുള്ള തൊഴിലന്വേഷിക്കുന്ന ചെറുപ്പക്കാരോടുള്ള വെല്ലുവിളിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് കോളേജിലല്ലേ ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഇത് തികഞ്ഞ അഴിമതിയാണ്, യാതൊരു സംശയം വേണ്ട. ഗവൺമെൻറ് കോളേജിൽ കൊടുക്കാതെ പ്രൈവറ്റ് കോളേജിൽ കൊടുക്കുന്നു. ഇതിന് മാത്രമായിട്ട് SN മാനേജ്മെൻറ്റിൻ്റെ ഈ കോളേജുകളുടെ പോസ്റ്റ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ 15 കോടി രൂപ പ്രതിവർഷം ശമ്പള ഇനത്തിൽ സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ തീരുമാനം ഈ ഗവൺമെൻറ് പുനഃപരിശോധിക്കണം. വെള്ളാപ്പള്ളിക്ക് കോഴ വാങ്ങുന്നതിന് ഉള്ള വേദിയായി മാറ്റരുത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വാങ്ങിയ റെസിറ്റ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം അന്വേഷിക്കില്ല. കാരണം അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ വരില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകൻ വഴി ഒരു പാലം NDA ഗവൺമെൻറ്റിലുണ്ട്, മറ്റൊരു കാര്യം CPM-ലുണ്ടായിരുന്നു വെള്ളാപ്പള്ളി വഴി. ഇങ്ങനെ 2 പാലങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ക്രമക്കേടുകൾ ഒരിക്കലും അന്വേഷണ വിധേയമാകില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ്, ആ ധൈര്യത്തിലാണ് ഗവൺമെൻറ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോഴെന്തായാലും അതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തടയണം. ഇപ്പോൾ തന്നെ എനിക്കറിയാവുന്ന ചില ആൾക്കാരിൽ നിന്നും പണം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ മകനിൽ നിന്ന് 85 ലക്ഷം രൂപ വാങ്ങി, കഴിഞ്ഞ 2 വർഷത്തിന് വാങ്ങിച്ച. അപ്പോൾ ഇന്ന് ആ 85 ലക്ഷം രൂപ എന്ന് പറയുന്നത് 1,10,00,000 ആയെന്നാണ് പലരും പറയുന്നത്. അതിനനുസരിച്ച് പലരും അഡ്വാൻസ് തുക കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഇങ്ങനെയുള്ള അഴിമതി പുറത്തു കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശവും അത് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നുള്ള പണം പോകുന്നത് നിയന്ത്രിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടും ഗവൺമെൻറ് കോളേജുകളിലെ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കാതിരിക്കുന്നത് കാണിച്ചാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ് പരിശോധിക്കുമെന്നും ചട്ടവിരുദ്ധമായി അനുവദിച്ച ഈ തസ്തികകൾ വിഡ്രാ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ നിശ്ചയമായും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും SN ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകളിലേക്കായി 86 അധ്യാപക തസ്തികകളാണ് മുൻ സർക്കാർ അനുവദിച്ചത്. ഇത് ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സർക്കാരിന് ഉൾപ്പെടെ വലിയ നഷ്ടത്തിന്, അതായത് സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും എന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.